എല്ലാവർക്കും നമസ്കാരം. ഇത് കോയമ്പത്തൂർ ശ്രീ എഞ്ചിനീയറിംഗ്. നമ്മുടെ ഫാക്ടറി എവിടെയാണ് ഉള്ളത് വെച്ചാൽ കോയമ്പത്തൂരിൽ അണ്ണൂർ പറഞ്ഞ സ്ഥലത്തിലാണ് ഉള്ളത്. അതായത് എല്ലാവരും കസ്റ്റമർ ചോദിക്കുന്നുണ്ട്, സാർ ലാംഗ്വേജ് മാറ്റി മാറ്റി ഇടും, നിങ്ങൾ ഒരേ ലാംഗ്വേജ് നിങ്ങൾ മനസ്സിലാവില്ല, മലയാളത്തിൽ ലാംഗ്വേജ് ഹിന്ദിയിലും അങ്ങനെ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കറിഞ്ഞ മലയാളത്തിൽ സംസാരിക്കുക, യാരും തെറ്റിദ്ധരിക്കരുത്. നമുക്ക് മെഷീൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ ഞങ്ങളുടെ ഫാക്ടറി വന്നിട്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ, ഇപ്പോൾ ട്രിപ്പിൾ വൈബ്രേറ്റർ മെഷീൻ, ഇത് 3 വൈബ്രേറ്ററാണ്, പുതിയ മോഡൽ, ജംബോ മോഡൽ പറഞ്ഞ മോഡൽ. പിന്നെ ഇത് വന്നിട്ട് 4 വൈബ്രേറ്റർ ഉള്ള മോഡലാണ് മെഷീൻ. ഇത് പുതിയതായി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഇത് വന്നിട്ട് 5 കട്ട, അതേ 4 വൈബ്രേറ്ററിൽ വന്നിട്ട് നമുക്ക് 7 കട്ട കിട്ടുന്ന മാതിരി മെഷീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അതേപോലെ ഇപ്പോൾ ഞങ്ങളുടെ ഫാക്ടറിയിൽ ഈ ടേബിൾ വൈബ്രേറ്റർ നോക്കൂ, ഈ വൈബ്രേറ്ററിങ് ടേബിളും പിന്നെ അതിൻ്റെ ട്രോളിയും, മെഷീൻ്റെ ട്രോളിയും, മറ്റേ പാൻ മിക്സർ മെഷീനും, അതേപോലെ മെഷീൻ നോക്കാൻ പോയാൽ ഇവിടെ ഓട്ടോ ഫീഡ് മെഷീൻ ഉണ്ടാകും, ഓട്ടോ ഫീഡ് മെഷീനും, അങ്ങനെ പലതരപ്പെട്ട മെഷീൻ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഓരോന്നേ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇന്ന് നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് വെച്ചാൽ, ഇത് 4 വൈബ്രേറ്റർ മെഷീനാണത്. ഇപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ നോക്കാൻ പോകണപ്പോൾ, അതായത് ഇത് 4 വൈബ്രേറ്റർ വന്നിട്ട് 860 മോഡൽ, അത് 4 വൈബ്രേറ്റർ 1060 മോഡൽ. ഇപ്പോൾ എന്താ വ്യത്യാസം വെച്ചാൽ, ഇതിൽ വന്നിട്ട് 6 ഇഞ്ച് കട്ട 5 കട്ടയും 4 ഇഞ്ചിൻ്റെ 8 കട്ടയും 8 ഇഞ്ചിൻ്റെ 4 കട്ടയും ടൈപ്പാണിത്. ഇത് വന്നിട്ട് 6 ഇഞ്ചിൻ്റെ 7 കട്ടയും 4 ഇഞ്ചിൻ്റെ 10 കട്ടയും 8 ഇഞ്ചിൻ്റെ 5 കട്ടയും ഉള്ള ടൈപ്പാണത്. ഇതിൻ്റെ മെഷീൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ ഈ മെഷീൻ്റെ പവർ നോക്കാൻ പോയാൽ നമുക്ക് 9 HP 3 phase ലൈൻ ആവശ്യപ്പെടും. അതേപോലെ ഈ 1060 മോഡലാകുമ്പോൾ നമുക്ക് 11 HP-യും 3 phase ലൈൻ ആവശ്യപ്പെടും. ടോട്ടൽ പവർ HP, അതായത് മുമ്പിൽ 1 HP ട്രാവലിംഗ് മോട്ടറിൻ്റെ, പിന്നെ ഇതിൻ്റെ മുകളിൽ, അതായത് ടാപ്പ് ഡൈൻ്റെ മുകളിൽ 1 HP-യുടെ 2 എണ്ണം വേണം. പിന്നെ നമുക്ക് ബാക്ക് സൈഡ് നോക്കാൻ പോയാൽ ഇങ്ങോട്ട് വരും, ഞാൻ കാണിച്ചു തരാം. ബാക്ക് സൈഡിൽ വന്നിട്ട് 3 HP-യുടെ ഒരു മോട്ടറും, പിന്നെ ടോപ്പിൽ ഈ പമ്പിൽ വന്നിട്ട് 5 HP. ഇത് മൊത്തം എല്ലാം ചേർത്തിട്ടാണ് ഈ 11 HP നമുക്ക് ആവശ്യപ്പെടും. പിന്നെ ഇതിൻ്റെ മെഷീൻ്റെ പവർ നോക്കാൻ പോയാൽ അതേപോലെ തന്നെ ബാക്കിൽ 3 HP-യും ടാപ്പിൽ 1 HP-യുടെ 2 എണ്ണം, ഇത് 3 HP. അതായത് ഈ മെഷീനും ആ മെഷീനും എന്താ വ്യത്യാസം വെച്ചാൽ, വൈബ്രേഷൻ്റെ മോട്ടറൊക്കെ എല്ലാം ഒരേപോലെ തന്നെ. ഈ പവർ മാത്രം, ഈ മോട്ടറിൻ്റെ പവർ മാത്രം, പമ്പിൻ്റെ മാത്രം, ഇത് 3 HP-യും അത് 5 HP-യും, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇപ്പം നമുക്ക് ട്രിപ്പിളിൻ്റെയും 4-ൻ്റെയും എന്താ വ്യത്യാസം വെച്ചാൽ, ട്രിപ്പിൾ ആകുമ്പോൾ നമുക്ക് ഈ ടാപ്പിലില്ലേ, അത് മോട്ടർ 1 HP വരുള്ളൂ, ഒരു മോട്ടർ വരുള്ളൂ. ഇത് 4 വൈബ്രേറ്റർ വന്നിട്ട് 2 മോട്ടർ വരും. അതേപോലെ ഇതിൻ്റെ സ്ട്രക്ചർ മാറും. എങ്ങനെ വെച്ചാൽ, ഇത് വന്നിട്ട് 4 ഇഞ്ചിൻ്റെ ചാനലാണ് ട്രിപ്പിളിൻ്റെ. ഇപ്പോൾ 4 ആകുമ്പോൾ നമുക്ക് ഇത് 5 ഇഞ്ച് ചാനൽ ആവശ്യപ്പെടും. ഇതിൻ്റെ സ്ട്രക്ചർ മൊത്തം എല്ലാം ഹെവി ആയിരിക്കും. സ്ട്രക്ചർ മാത്രമല്ല, അതിൻ്റെ സിലിണ്ടർ ആകട്ടെ, സിലിണ്ടർ നോക്കും നിങ്ങൾ, എല്ലാം വലിയ വലിയ സിലിണ്ടർ ആയിരിക്കും. മുമ്പിലും ബാക്കിലൊക്കെ വലിയ വലിയ സിലിണ്ടർ ആയിരിക്കും. ഇതിൻ്റെ ബോൾട്ട് നട്ട് എല്ലാം TVS ബോൾട്ട് നട്ടാണ്. വിത്ത് മെയിനായിട്ടുള്ള പരിപാടി എന്താ വെച്ചാൽ, ഇത് വന്നിട്ട് പൗഡർ കോട്ടിംഗ് ആണ്. എല്ലാ മെഷീൻ്റെ മൊത്തം പൗഡർ കോട്ടിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ മെഷീനും പൗഡർ കോട്ടിംഗ് ആണ്. ഇപ്പോൾ ഈ ഡൈയും പിന്നെ നിങ്ങൾ ബാക്കിൽ നോക്കില്ലേ, ആ മിക്സറും, അതൊക്കെ സ്പ്രേ പെയിൻറ്റിംഗ് ആണ്. മറ്റെല്ലാം നമ്മുടെ പൗഡർ കോട്ടിംഗ് ആണ് മൊത്തം എല്ലാം. അപ്പോൾ മെഷീൻ്റെ എല്ലാം ചാനലും നോക്കാൻ പോയാൽ നമുക്ക് എല്ലാം വൈശാഖ് സ്റ്റീലാണ്. ഞാൻ ലോക്കൽ ബ്രാൻഡ് ഇടില്ല, എല്ലാവരുടെയും വൈശാഖ് സ്റ്റീൽ ഉണ്ടാകും. അതേപോലെ ഇതിൻ്റെ റബ്ബർ ബൂട്ട് TVS റബ്ബർ ബൂട്ടാണ്. മറ്റേ അശോക് ലൈലാൻഡ് ഇഞ്ചിൻ ബെഡ് റബ്ബറാണ് ഈ റബ്ബർ. എന്തായാലും അത് ഗ്യാരണ്ടി, നല്ല ഗ്യാരണ്ടിയുള്ള സാധനമാണ്, ഒന്നും പൊട്ടില്ല. അതേപോലെ ഡൈയിൻ്റെ മുകളിൽ ഭാഗം നോക്കാൻ പോയാൽ നമുക്ക് 10 mm പ്ലേറ്റ്സ് ആണ്. ഇതിൻ്റെ മുകളിലും താഴെയും 10 mm പ്ലേറ്റ്സ്. ഈ ഡൈ മൊത്തം ബാട്ടം എല്ലാം മൊത്തം 6 mm ആണത്. അതേപോലെ മെഷീൻ്റെ നീളം കൂടുതലാണത്. ഈ മുറം നോക്കാൻ പോയാൽ, നമുക്ക് മുമ്പിലുള്ള മുറം നോക്കാൻ പോയാൽ ഇത് ഞാൻ 4 ഇഞ്ച് കൂടുതലാണ് വെച്ചിട്ടുള്ളത് ഇതിന് മുറം. അതേപോലെ നമുക്ക് മെഷീൻ വാങ്ങിക്കുകയാണെങ്കിൽ ഇത് മെഷീൻ 1, പിന്നെ ഈ ട്രോളി 2 എണ്ണം, പിന്നെ അതില്ലാതെ ഇവിടെ നോക്കൂ, ഒരു മിക്സറുണ്ട്. ഈ മിക്സറും ഇതില്ലാതെ ഒരു ബ്രിക്ക് ഷിഫ്റ്റിംഗ് ട്രോളി അവിടെ നോക്കൂ, കണ്ടറിയാം. ഇപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഒരു പാക്കേജായി വാങ്ങിക്കണം. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതെല്ലാം വാങ്ങിച്ചാൽ തന്നെ നമുക്ക് ഈ പണിയെടുക്കാൻ പറ്റുള്ളൂ. ഈ മെഷീൻ്റെ മൊത്തം കൺട്രോൾ ഈ പാനൽ ബോക്സ് ആണ്. അതായത് പമ്പിൻ്റെ ഓൺ ഓഫും, വൈബ്രേറ്ററിൻ്റെ ഓൺ ഓഫും, ട്രാവലിൻ്റെ ഫോർവേഡ് റിവേഴ്സും, അങ്ങനെ മൊത്തം കൺട്രോൾ ഇതാണ്. ഇതിൻ്റെ ലിവർ സിസ്റ്റം എന്താ വെച്ചാൽ, ഇത് ടോപ്പ് ഡൈയും ബാട്ടം ഡൈ ആണ്. നമ്മൾ പൊക്കി ഒറ്റ പ്രസിമ ചെയ്താൽ മതി. പണ്ട് കാലം എങ്ങനെ വെച്ചാൽ, നമുക്ക് മണ്ണ് ഉള്ളിൽ തള്ളി കൊടുത്തിട്ട് നമ്മൾ അടിക്കണം, 10 പ്രാവശ്യം ടപ്പ് അടിക്കണം. ഇത് അടിക്കേണ്ട ആവശ്യമില്ല, ഇത് ഒറ്റ പ്രസിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് വന്നിട്ട് എന്താ വെച്ചാൽ, ഫ്ലോർ നമുക്ക് ഡാമേജ് ആവില്ല. അതൊരു പ്ലസ് പോയിന്റ് കൂടി ഇതിലുണ്ട്. മോട്ടർ വന്നിട്ട് 2 മോട്ടർ ക്രാംപ്ടൺ മോട്ടറാണത്. അതായത് ഇവിടെ ഒരു 1 HP ട്രാവലർ മോട്ടറും, പിന്നെ ഈ പമ്പിടെ മോട്ടറും 2 ക്രാംപ്ടൺ മോട്ടറാണ്. മറ്റേതൊക്കെ ഞങ്ങളുടെ ഒരു ഐഡിയ ആണ്. വൈബ്രേറ്റർ മോട്ടറൊക്കെ നോക്കാൻ പോയാൽ ഇതൊക്കെ ഞങ്ങളുടെ ബ്രാൻഡാണ്. അതൊക്കെ ശ്രീ എഞ്ചിനീയറിംഗാണ്. അതുപോലെ മെഷീൻ്റെ റാഡ് നോക്കാൻ പോയാൽ നമുക്ക് JCB പിസ്റ്റൺ റാഡാണ് എല്ലാം. നോക്കി ഇതൊക്കെ JCB പിസ്റ്റൺ റാഡാണത്. ഇത് വന്നിട്ട് 40 mm ഡയ റാഡാണത്.
അതേപോലെ ഈ പമ്പ് നോക്കാൻ പോയി നല്ല ഹെവി ആയിരിക്കും, പമ്പൊക്കെ നല്ല ഹെവി ആയിരിക്കും. അതിൻ്റെ ബാക്ക് വീൽ നോക്കി നീറോ വീലാണത്, റബ്ബർ വീൽസാണ് ഇതെല്ലാം, എല്ലാം നല്ല നല്ല ഹെവി ആയിരിക്കും. അപ്പോൾ ഇത് മോട്ടറിൻ്റെ വയർ നോക്കാൻ വേണ്ടി നമുക്ക് എല്ലാം ഞാൻ ഇതുപോലെ ഓസ് കൊടുത്തിട്ടുണ്ടാവും, വെള്ളം ഉള്ളിൽ പോകാണ്ടിരിക്കുക, വയർ ഡാമേജ് ആയിരിക്കാൻ വേണ്ടി ഈ ഓസ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ മുമ്പിൽ കൊടുത്തിട്ടുണ്ടാവും, നോക്കൂ എല്ലാവരും കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ സിലിണ്ടർ വന്നിട്ട് ഡബിൾ സീൽ ലോക്ക് ഇടും, ഇങ്ങനെ ഡബിൾ സീൽ ലോക്ക് ഇടും. ഈ സിലിണ്ടർ വന്നിട്ട് പ്രത്യേകിച്ചിട്ട് വന്നിട്ട് ഈ സിലിണ്ടറിൽ 2 ഓയിൽ സീൽ ഉണ്ടാവും, ഇവിടെ ഒന്നും ഇവിടെ ഒന്നും. പണ്ടൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന 1 ഓയിൽ സീലാണ്, ഇപ്പോൾ ഡബിൾ ഓയിൽ സീൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതുപോലെ എല്ലാം ഹെവിയാണ്. ഇനി ഞാൻ അടുത്ത് വന്നിട്ട് മറ്റേ ഇന്റർലോക്ക് പേവിംഗ് ബ്ലോക്ക് മെഷീൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത് ഇട്ട് തരാം. ഇതാണ് മെഷീൻ. അത് ഇപ്പോൾ ഇതിന് വന്നിട്ട് കളർ മിക്സറും കോൺക്രീറ്റ് മിക്സറും അതിൻ്റെ റബ്ബർ മോൾഡും വർക്കിംഗ് സ്റ്റാൻഡ് എല്ലാം ഒരു സെറ്റപ്പായിട്ട് വരും. ഞാൻ അടുത്ത വീഡിയോ ഞാനിത് ഇട്ട് തരാം നിങ്ങൾക്ക്. ഇപ്പോൾ ഈ മെഷീൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെറുതായി നോക്കിയിട്ട് ഇപ്പോൾ വരൂ, ഇപ്പം നമ്മുടെ ഫാക്ടറിയിൽ ഒരു ചെറിയ ഡെമോ ഇടാം, അത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ മെഷീൻ്റെ എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് ഞാൻ എല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വന്നിട്ട് ഇതിൻ്റെ പ്രൈസും മറ്റേ കാര്യങ്ങളും അറിയുകയാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കുക, എനിക്ക് വിളിച്ചോളൂ, എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു തരാം. നന്ദി, നമസ്കാരം.